മാത്രം നിഷിദ്ധമാവും. ഈ അല്ലാഹു താൻ ഇച്ഛിക്കുന്ന കഴിവുകൾ താൻ ഇച്ഛിക്കുന്നവർക്ക് താൻ ഇച്ഛിക്കുന്ന സാഹചര്യത്തിൽ നൽകും. അത് മനുഷ്യന് നൽകുന്നു, അത് വൃക്ഷത്തിന് നൽകുന്നു. മഹ്ദി ഇമാമ യുദ്ധം ചെയ്തു പോകുമ്പോൾ വൃക്ഷം പറയും, യാ ഇമാമന അൽ മഹ്ദി വറാഇ യഹൂദിയുൻ. ഈ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും രേഖപ്പെടുത്തിയിരുന്നു. നിങ്ങൾ ഇതെന്താ ചിന്തിക്കാത്തത്? ഞാനിവിടെയുള്ള എൻ്റെ ഉൽപ്പതിഷ്ണു സഹോദരങ്ങൾക്ക് അറിവിൻ്റെ ഒരു വാതിൽ ഇങ്ങനെ ഒന്ന് തുറന്നു തരികയാണ്. മരത്തിന് ഒരു കഴിവില്ല, ഇല്ലല്ലോ, ഉറപ്പല്ലേ അത്. എന്നാൽ ഏറ്റവും വലിയ കഴിവ് നുതുഖ്, ഹയവാനുണ്ടാകുന്ന ജീവിക്കുണ്ടാകുന്ന, അതും ഏതു ജീവി, സാധാരണ ജീവിക്ക് പോലും പ്രത്യക്ഷത്തിൽ ഈ കഴിവ് കാണാറില്ല. ആനക്കും പോത്തിനുമില്ലാത്ത കഴിവാണ് നുതുഖ്, സംസാരിക്കുക. ഈ നുതുഖ് എന്ന കഴിവ് അല്ലാഹു തആല വൃക്ഷത്തിന് നൽകും. സയ്യിദുനാ ഇമാം അൽ മഹ്ദി റളിയല്ലാഹു അൻഹു, ഈ ഈസ നബിക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. യഹൂദികളോട് യുദ്ധം ചെയ്യുമ്പോൾ വൃക്ഷം വിളിച്ചു പറയും, യാ ഇമാമന അൽ മഹ്ദി വറാഇഹി യഹൂദിയുൻ എന്ന് പറയും. യാ കലിമത്തല്ലാഹ് വറാഇ യഹൂദിയുൻ എന്ന് പറയും. ആര് പറയും? മരം വിളിച്ചു പറയുമെന്ന് സയ്യിദുനാ മുഹമ്മദുൻ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കി, ആ മരത്തിന് അല്ലാഹു ഇച്ഛിക്കുന്നവർക്ക് ഏത് കഴിവും എപ്പോഴും ഏത് സാഹചര്യത്തിലും കൊടുക്കാനും മടക്കിയെടുക്കാനും കഴിവുള്ള ഒരേ ഒരു യോഗ്യൻ അല്ലാഹു മാത്രം. ഇതെന്റെ കയ്യ. ഈ കയ്യ് സംസാരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. നിഷേധിച്ചവൻ കാഫിറാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യരെ നമ്മളിത് ചിന്തിക്കണം. ആകാശത്ത് പോകും, ഒരു കഴിവും ഒരാൾക്കില്ല. എന്നാൽ എല്ലാവർക്കും എല്ലാ കഴിവും ഏതു സാഹചര്യത്തിലും ലഭിക്കാവുന്നതാണ്. ആരു നൽകിയാൽ? കഴിവിന്റെ ഉടമക്കാരൻ നൽകിയാൽ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. കുഞ്ഞനുറുമ്പിന് അല്ലാഹു കഴിവ് നൽകിയവൻ. ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദു. ആര് പറഞ്ഞു? ഉറുമ്പ് പറഞ്ഞ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിരിക്കും. ഉറുമ്പ് സംസാരിക്കുക എന്ന അനർഘമായ ഇതിനെ ഇനി ഒരാൾക്ക് ഇതിനെ ബുദ്ധി കൊണ്ട് വ്യവച്ഛേദിക്കാവുന്നതാണ്. കോഴിക്കോട്ട് ഒരു ഖുർആൻ പരിഭാഷകനുണ്ടായിരുന്നു, CN അഹമ്മദ് മൗലവി. നംല് എന്ന ആ വാക്കിന് അദ്ദേഹം നംല് എന്നൊരു രാജകുമാരി, നംലത്ത് എന്ന ഇതൊരു അക്കാലത്തുണ്ടായിരുന്ന രാജകുമാരിയുടെ പേരാണ് എന്നാണ് അദ്ദേഹം തന്റെ പരിഭാഷയിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം ഉറുമ്പ് സംസാരിച്ചു എന്നത് തന്റെ യുക്തി കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തന്നെയാണ് വടികൊണ്ട് അടിക്കുകയല്ല ചെയ്തത്, വടികൊണ്ട് കുത്തി നടന്നു എന്ന്. സാധാരണക്കാരനായതുകൊണ്ട് എവിടെ വെള്ളമുണ്ട് എവിടെ വെള്ളമില്ല എന്ന് മനസ്സിലാക്കാൻ മൂസ നബിക്ക് തന്റെ വടി കുത്തിയപ്പോൾ അറിഞ്ഞു. ഇങ്ങനൊരു വിദ്യയെക്കുറിച്ച് വടികുത്തി നടന്നിട്ട് വെള്ളം പരിശോധിച്ച് അതനുസരിച്ച് കടന്നു പോവുക എന്നത് ചക്രവർത്തിയായ ഫറോവക്ക് കഴിയാത്തത് കൊണ്ടാണ് ഫറോവയും അവന്റെ ആ കൊട്ടാരവാസികളും ചത്തുപോയത് എന്നാണ് CNന്റെ ഭാഷ്യം. ഇതിന് ഏറ്റവും ലളിതമായിട്ടും ദുർവ്യാഖ്യാനം എന്ന് പറയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ മെറ്റീരിയലിസ്റ്റ് വ്യാഖ്യാതാക്കളാണ്. ഞാൻ അവരെ പറയേണ്ടി വന്നത് കൊണ്ട് പറയുകയാണ്. എന്നാൽ വലാ ഹൗല വലാ ഖുവ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഹുദ്ഹുദ് എന്ന മരക്കൊത്തി സംസാരിച്ചു എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിരുന്നു. കാരണം എന്തുകൊണ്ട്? കഴിവിന്റെ ഉടമക്കാരന് കഴിവ് കൊടുക്കാൻ കഴിയും. കഴിവിന്റെ ഉടമക്കാരന് ഏത് കഴിവും എപ്പോഴും ആർക്കും ഏത് കഴിവും കൊടുക്കാൻ കഴിയും. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം, കാളയെയും കൊണ്ട് തന്റെ ഫീൽഡിൽ നിന്ന് മടങ്ങുന്ന ഒരു ഇസ്രായേലി നേരം ഇരുട്ടിയപ്പോൾ അതിന്റെ പുറത്തേക്ക് കയറിയിരുന്നു. അതിന്റെ പുറത്തേക്ക് കയറിയിരിക്കവേ അതിങ്ങോട്ട് ഫൽതഫത്തിൽ ബഖറ, അതിങ്ങോട്ട് തിരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, യാ ഫുലാൻ ഇന്നാ ലം നുഖ്ലഖ ലിഹാദാ വഇന്നമാ ഖുലിഖനാ ലിഹിറാസത്തിൽ അർളീൻ.
മനുഷ്യ, നീ എന്താണ് എന്റെ പുറത്ത് കയറിയത്? ഈ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ നീ എന്റെ പുറത്ത് കയറിയത്? നിലമുഴുതാൻ വേണ്ടി എന്നെ നിനക്ക് ഉപയോഗിക്കാം. അത് നീ എന്നെ വൈകുന്നേരം വരെ ഉപയോഗിച്ചിട്ടുണ്ട്. പുറത്ത് കയറണമെങ്കിൽ നിനക്കൊരു ഒരു കഴുതയെയോ കുതിരയെയോ കോവർ കഴുതയെയോ കൊണ്ട് നടന്നുകൂടായി. എന്നെ നിശ്ചയിച്ച കാര്യമാണ് നിലമുഴുതൽ. അത് എന്നെ കൊണ്ട് നീ ചെയ്യിപ്പിച്ചു. ഞാൻ നിന്നോട് എതിര് പറഞ്ഞിട്ടില്ല. പുറത്ത് കയറാൻ വേണ്ടി എന്നെ പടച്ചിട്ടുമില്ല. ഭൂമിയിൽ കൃഷി ചെയ്യാൻ സഹായിക്കാനാണ് എന്നെ നിയോഗിച്ചത്. അത് ഞാൻ നിനക്ക് വേണ്ടതുപോലെ ചെയ്തു തന്നു. പിന്നെ എന്നെ നിയോഗിക്കാത്തതിന് നീ എന്നെ ഉപയോഗപ്പെടുത്തുമോ എന്ന് ഈ ജീവി, ഈ കാള തിരിഞ്ഞി മനുഷ്യനോട് പറഞ്ഞപ്പോൾ ഫനസല മിൻഹ, അതിന്റെ പുറത്തുനിന്ന് ഇറങ്ങി. പിന്നെ അയാൾ ഇരുട്ടിൽ അങ്ങനെ തപ്പിത്തടഞ്ഞ് നടക്കാൻ തുടങ്ങി. ഇത് കേട്ട സദസ്സിൽ കുറെ മെറ്റീരിയലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അന്നത്തെ മെറ്റീരിയലിസ്റ്റുകളാണ് മുനാഫിഖീങ്ങൾ. അവർ നാക്കസുറൂസവും തല താഴ്ത്തിയിട്ട് ഫതനാളറു, പരസ്പരം നോക്കിയിട്ട് ഫതലാഹഖു, ചിരിക്കാൻ തുടങ്ങി. ബഖറത്തുൻ തതകല്ലം, പശു സംസാരിച്ചു അത്ര. എന്താ ഈ പറയുന്നത്? ഇവർ വരികൾക്കിടയിൽ കണ്ണിട്ട് സംസാരിക്കുന്നത് പുണ്യനബി കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫതഹയ്യ, ഒന്നിങ്ങനെ എണീറ്റിരുന്നു. അപ്പോൾ പറഞ്ഞു ഹാദാ വഹ്യുൻ ഉൻസില ഇലയ്യ മിനല്ലാഹി തബാറക വതആല കമാ ഖാൽ ഹാദാ വഹ്യുൻ നസല ബിഹി ജിബ്രീൽ ആമൻതു ബിഹി അന വഅബൂബക്കർ വഉമർ വമാ ഹുമാ സമ്മാ. ഇത് അല്ലാഹു ജിബ്രീൽ വഴി ഇപ്പോൾ എനിക്ക് ഇറക്കി തന്ന വഹ്യാണ്. ഇതെനിക്ക് വിശ്വാസമാണ്, എൻ്റെ സിദ്ദീഖിന് വിശ്വാസമാണ്, എൻ്റെ ഉമറിനും വിശ്വാസമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം എന്ന് പറഞ്ഞു. വമാ ഹുമാ സമ്മാ, ഇത് രണ്ടും ഈ വിഷയം പറഞ്ഞ സദസ്സിൽ അവർ രണ്ടും ഉണ്ടായിരുന്നുമില്ല. ആര് രണ്ടും? സിദ്ദീഖുമില്ല, ഉമറുമില്ല. അഥവാ കാര്യങ്ങളെ യുക്തി കൊണ്ട് സ്വീകരിക്കുന്ന ആളുകളല്ല എൻ്റെ രണ്ട് പ്രധാനപ്പെട്ടവർ. അവർക്ക് യുക്തിയല്ല വിഷയം, വഹയാണ്, ഞാൻ പറയുന്നതാണ് വിഷയം എന്ന് സയ്യിദുനാ മുഹമ്മദുൻ. കാര്യങ്ങളിൽ വിഷയത്തെ മനസ്സിലാക്കുകയും യുക്തിയുടെ അയുക്തിയെ തള്ളിക്കളയുകയും ചെയ്തു എന്നതിന്റെ പേരിലാണ് ആ മഹാന്മാർ നേതാക്കളായത്. അതാണ് ഇഖ്തദു ബില്ലദൈനി മിൻ ബഅദി അബൂബക്കർ ഉമർ. അതുകൊണ്ടാണ് ഈ വലിയ മനുഷ്യർക്ക് യുക്തിക്കതീതമായ കഴിവുകൾ അള്ളാഹു നൽകിയത്. മിമ്പറിൽ കയറി ഖുത്ബ ഓടിയപ്പോൾ 400 കിലോമീറ്റർ ദൂരെയുള്ള സാരിയയെ നിയന്ത്രിച്ചു മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഭക്ഷണം കഴിക്കുമ്പോൾ സുദ്ദീഖ് ഭക്ഷണം കഴിക്കുമ്പോൾ കയ്യിലുള്ള ഉരുള കാനത്തിൽ ലുഖ്മതു തുസബ്ബിഹു മിൻ യദിഹി, തന്റെ കയ്യിലുള്ള ഉരുള തസ്ബീഹ് ചൊല്ലിയിരുന്നു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് യുക്തിക്കതീതമായ കഴിവുള്ളവ നൽകിയത്. ചുരുക്കത്തിൽ വലാ ഹൗല. അവ മെറ്റീരിയലിസ്റ്റുകൾ എന്നുണ്ട്. അന്നത്തെ മെറ്റീരിയലിസ്റ്റുകളാണ് ആര്? മുനാഫിഖീങ്ങൾ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പുതിയ പുതിയ പേരുകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ വന്നുപോകും. കാനത്തിൽ അഹ്ജാറു തുസല്ലിമു അലയ്യ, ഞാൻ നബിയല്ല. കുന്തു അർഅൽ ഗനം ബിഖറാറീത, ചില ധാന്യങ്ങളുടെ അളവുകൾ നിശ്ചയിച്ച് ഞാൻ ആട് മേച്ചു കൊടുക്കും ഖുറൈശി പ്രമുഖന്മാർക്ക്. അബൂ താലിബിന്റെ വീട്ടിൽ ദാരിദ്ര്യമായിരുന്നു. മുസ്തഫ നബി പറയാം അവിടെ വീട്ടിൽ ദാരിദ്ര്യം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഊഴം നിശ്ചയിച്ചിട്ട്, ധാന്യത്തിന്റെ ഊഴം നിശ്ചയിച്ചിട്ട് ഞാൻ ഖുറൈശി പ്രമുഖർക്ക് ഇങ്ങനെ ആട് മേച്ചു കൊടുക്കും. ആട് മേക്കുമ്പോൾ പോകുമ്പോൾ കാനത്തിൽ അഹ്ജാറു തുസല്ലിമു അലൈഹാ ഖാല റസൂലുള്ളാഹി, കല്ലുകൾ എൻ്റെ മേൽ സലാം പറഞ്ഞിരുന്നു. അന അരിഫുഹ, ആ കല്ലിനെ ഇപ്പോഴും എനിക്കറിയാമെന്ന് സയ്യിദുനാ മുഹമ്മദുൻ. ഈ ഹദീസ് എവിടെന്നോ വലിച്ചു കൊണ്ടുവരല്ല, ഇത് ഇമാം ബുഖാരി തന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പാളീസായ യുക്തിയെ അവലംബിക്കരുത്. അള്ളാഹു പറഞ്ഞ കാര്യത്തിന്റെ യുക്തിയുടെ പിന്നാലെ പോവുക എന്നതിനല്ലാതെ അതിന് വിരുദ്ധമായ ഒരു യുക്തിയിലേക്ക് പോകുന്നത് ഒരു വിശ്വാസിക്കൊരിക്കലും കരണീയമല്ല.